നമ്മുടെ നിത്യജീവിതത്തെ ലളിതമാക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ വലിയൊരു ശാസ്ത്രീയ മുന്നേറ്റമാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ. എണ്ണയില്ലാതെ ഭക്ഷണം പാകം ചെയ്യാം എന്ന സുഖകരമായ അനുഭവം നമ്മുടെ അടുക്കളകളെ വിപ്ലവകരമായി മാറ്റിമറിച്ചു. എന്നാൽ ഈ വഴുപ്പുള്ള ഉപരിതലത്തിന് പിന്നിൽ കഴിഞ്ഞ 70 വർഷത്തെ ലോക ചരിത്രത്തെയും ശാസ്ത്രീയ മുന്നേറ്റങ്ങളെയും മാറ്റിമറിച്ച ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. കഥ തുടങ്ങുന്നത് 1938 ഏപ്രിൽ 6-നാണ്. ന്യൂജേഴ്സിയിലെ ഡ്യൂപോൺ കമ്പനിയുടെ ലാബിൽ റോയി ജെ പ്ലങ്കറ്റ് എന്ന 27 വയസ്സുകാരനായ ശാസ്ത്രജ്ഞൻ ഒരു പുതിയ തരം ഫ്രീയോൺ ഗ്യാസ് വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളിലായിരുന്നു. തന്റെ പരീക്ഷണത്തിനായി സൂക്ഷിച്ചിരുന്ന ടെട്രാഫ്ലൂറോ എത്തിലീൻ ഗ്യാസ് സിലിണ്ടർ അദ്ദേഹം തുറന്നപ്പോൾ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. അതിനകത്ത് മെഴുകു പോലെയുള്ള വഴുപ്പുള്ള ഒരു വെള്ളപ്പൊടി രൂപപ്പെട്ടിരുന്നു. പ്രകൃതിയിലെ ഒന്നിനോടും ഒട്ടാത്ത ഉയർന്ന താപനിലയെ പ്രതിരോധിക്കുന്ന ഒരു പുതിയ വസ്തുവായിരുന്നു അത്. ശാസ്ത്രീയമായി അതിനെ PTFE അഥവാ പോളി ടെട്രാഫ്ലൂറോ എത്തിലീൻ എന്ന് വിളിച്ചു. ഇന്നത്തെ ടെഫ്ലോൺ പിറവിയെടുക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അത്യന്തം രഹസ്യമായി നടത്തിയ മാൻഹട്ടൻ പ്രൊജക്ടിൽ ടെഫ്ലോൺ ഒരു പ്രധാന പങ്ക് വഹിച്ചു. കടുത്ത അഴുകൽ സ്വഭാവമുള്ള യുറേനിയം പൈപ്പുകളിലൂടെ കടത്തിവിടുമ്പോൾ പൈപ്പുകൾ നശിക്കാതിരിക്കാൻ സഹായിച്ചത് PTFE-യുടെ അസാധാരണമായ പ്രതിരോധ ശേഷിയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കെമിക്കലിന് ഇത്രയധികം പ്രതിരോധ ശേഷിയുള്ളത്? അതിനുള്ള ഉത്തരം ഓർഗാനിക് കെമിസ്ട്രിയാണ്. കാർബണും ഫ്ലൂറിനും തമ്മിലുള്ള ബന്ധം പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ഒന്നാണ്. മറ്റു തന്മാത്രകൾക്ക് ഈ കോട്ട ഭേദിക്കാൻ കഴിയില്ല. യുദ്ധത്തിന് ശേഷം ഡ്യൂപോൺ കമ്പനി ടെഫ്ലോൺ എന്ന പേരിൽ ഈ സാങ്കേതിക വിദ്യ സാധാരണ ജനങ്ങളുടെ അടുക്കളകളിലേക്ക് എത്തിച്ചു. വെസ്റ്റ് വെർജീനിയയിലെ പ്ലാന്റിലേക്ക് ഡ്യൂപോൺ കമ്പനി ഈ കെമിക്കലുകൾ വൻതോതിൽ എത്തിക്കാൻ തുടങ്ങി. 1961 ഡ്യൂപോണ്ടിന്റെ സ്വന്തം ടോക്സിക്കോളജി വിഭാഗം മേധാവി ഒരു പ്രധാന കാര്യം കണ്ടെത്തി. വളരെ ചെറിയ അളവിൽ പോലും ഈ പദാർത്ഥം ശരീരത്തിലെത്തിയാൽ അത് വളരെയധികം ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. തുടർന്ന് 1965 നടത്തിയ പഠനങ്ങളിലും ഇത് കരളിനും പ്ലീഹയ്ക്കും കേടുപാടുകൾ വരുത്തുന്നതായി വീണ്ടും സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ ഈ വിവരങ്ങൾ കമ്പനിയുടെ ആന്തരിക ഫയലുകളിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു. ഈ രഹസ്യങ്ങളുടെ വലിയൊരു വിരയായിരുന്നു സൂ ബെയ്ലി. 1980-കളിൽ വാഷിംഗ്ടൺ വർക്ക്സ് പ്ലാന്റിലെ ജീവനക്കാരിയായിരുന്നു അവർ. ഗർഭിണിയായിരിക്കുന്ന സമയത്തും അവർ ഫാക്ടറിയിലെ ടെഫ്ലോൺ വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 1981 അവർ ബക്കി ബെയ്ലി എന്ന ആൺകുഞ്ഞിന് ജന്മം നൽകി. ജന്മനാ തന്നെ ആ കുഞ്ഞിന് ഒരു മൂക്കുദ്വാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. കൺപോളകൾക്ക് വിചിത്രമായ തകരാറുകൾ ഉണ്ടായിരുന്നു. ഡ്യൂപോൺ തങ്ങളുടെ ഗർഭിണികളായ 8 സ്ത്രീ തൊഴിലാളികളിൽ നടത്തിയ രഹസ്യ നിരീക്ഷണത്തിൽ വീണ്ടും 2 കുട്ടികൾക്ക് സമാനമായ ജന്മവൈകല്യങ്ങൾ ഉണ്ടായതായി കമ്പനി കണ്ടെത്തിയിരുന്നു. എന്നാൽ പുറം ലോകത്തോട് കമ്പനി പറഞ്ഞത് ഈ കെമിക്കൽ സാധാരണ ഉപ്പ് പോലെ സുരക്ഷിതമാണെന്നാണ്. 1984 ഡ്യൂപോൺ ഒരു രഹസ്യ പരിശോധന കൂടി നടത്താൻ തീരുമാനിച്ചു. ഫാക്ടറിക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള പൈപ്പുകളിലെ വെള്ളം അവർ രഹസ്യമായി ശേഖരിച്ച് പരിശോധിച്ചു. ഫലം വന്നപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ വളരെ ഉയർന്ന അളവിൽ CH കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ ഈ വിവരം പ്രാദേശിക ഭരണകൂടത്തെയോ അവിടെയുള്ള സാധാരണ ജനങ്ങളെയോ അറിയിക്കാൻ കമ്പനി തയ്യാറായില്ല. കഥയിലെ ഏറ്റവും വലിയ ജനകീയ പോരാട്ടം ആരംഭിക്കുന്നത് 1998-ലാണ്. ഒഹായോയിലെ പ്രശസ്തമായ ലോ ഫേമിലെ വക്കീലായിരുന്നു റോബ് ബിലോട്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായി വെസ്റ്റ് വെർജീനിയയിൽ നിന്നുള്ള വിൽബർ ടെനന്റ് എന്ന കർഷകൻ വിളിച്ചു. തന്റെ പശുക്കൾ വിചിത്രമായ രോഗങ്ങൾ വന്ന് ചത്തുപോകുന്നുണ്ടെന്നും അതിന് കാരണം തൊട്ടടുത്തുള്ള ഡ്യൂപോൺ ഫാക്ടറിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിൽബർ ഹാജരാക്കിയ വീഡിയോകളിൽ തോട്ടത്തിലെ വെള്ളം കുടിച്ച പശുക്കൾ പല്ലുകൾ കറുത്തിരുണ്ടു പോയതും അവയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ഒലിച്ചതും റോബ് നേരിട്ട് കണ്ടു. ഡ്യൂപോൺ കമ്പനി ഇത് സാധാരണ പശുക്കളുടെ അസുഖമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ റോബ് അവർക്കെതിരെ കോടതിയെ സമീപിച്ചു. 1999 റോബ് ഫയൽ ചെയ്ത കേസിനെ തുടർന്ന് കോടതി ഉത്തരവിലൂടെ കമ്പനിയുടെ ആന്തരിക രേഖകൾ ഹാജരാക്കാൻ ഉത്തരവിട്ടു. കമ്പനി ഏകദേശം 1 ലക്ഷത്തിലധികം പേജുകളുള്ള വലിയൊരു രേഖകളുടെ ശേഖരമാണ് അയച്ചു കൊടുത്തത്. റോബ് ബിലോട്ട് ആ പേജുകളിലൂടെ നടത്തിയ സൂക്ഷ്മ പരിശോധനയിലാണ് PFOA എന്ന രാസവസ്തുവിനെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കുന്നത്. ഇത് ദീർഘകാലം പ്രകൃതിയിലും ശരീരത്തിലും നിലനിൽക്കുന്ന വിഷമാണെന്ന് കമ്പനി മുൻപേ കണ്ടെത്തിയിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ റോബിന് ആ ഫയലുകളിൽ നിന്ന് ലഭിച്ചു. 2001 മാർച്ച് 6-ന് റോബ് ബിലോട്ട് ഡ്യൂപോണ്ടിന്റെ മുഴുവൻ കള്ളത്തരങ്ങളും തുറന്നു കാട്ടുന്ന 972 പേജുകളുള്ള ഒരു വലിയ റിപ്പോർട്ട് US പരിസ്ഥിതി ഏജൻസിക്കും മറ്റ് സുപ്രധാന വകുപ്പുകൾക്കും അയച്ചു കൊടുത്തു. ഇതോടെ ഈ രഹസ്യം ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിലേക്കെത്തി. വിൽബർ ടെനന്റിന്റെ കേസ് കമ്പനി ഒത്തുതീർപ്പാക്കിയെങ്കിലും റോബ് ബിലോട്ട് ആ പ്രദേശത്തെ 70,000-ലധികം വരുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ക്ലാസ് ആക്ഷൻ കേസ് ഫയൽ ചെയ്തു. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരിസ്ഥിതി കേസുകളിൽ ഒന്നായി മാറി. 2004-ലെ സെറ്റിൽമെന്റ് തുക ഉപയോഗിച്ച് റോബ് ഒരു വലിയ ശാസ്ത്ര സമിതിക്ക് രൂപം നൽകി. അതാണ് ചരിത്ര പ്രസിദ്ധമായ CH സയൻസ് പാനൽ.
ഇതിനായി ആ പ്രദേശത്തെ 69,000-ലധികം ആളുകൾ തങ്ങളുടെ രക്തസാമ്പിളുകളും മെഡിക്കൽ ചരിത്രവും നൽകി. 3 നിഷ്പക്ഷരായ ലോകോത്തര ശാസ്ത്രജ്ഞർ ഏകദേശം 7 വർഷത്തോളം ഈ ഡാറ്റകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. 2011-12 വർഷങ്ങളിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ PFOAയും മനുഷ്യരിലെ ചില രോഗങ്ങളും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് ശാസ്ത്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ സമിതി വ്യക്തമാക്കിയ 6 പ്രധാന രോഗങ്ങൾ ഇവയായിരുന്നു: കിഡ്നി ക്യാൻസർ, ടെസ്റ്റിക്കുലാർ ക്യാൻസർ, തൈറോയ്ഡ് രോഗങ്ങൾ, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഉയർന്ന കൊളസ്ട്രോൾ, കൂടാതെ ഗർഭകാലത്തെ ഉയർന്ന രക്തസമ്മർദ്ദം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ 2026-ൽ ലോകമെമ്പാടുമുള്ള നിയമങ്ങൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. EPA കുടിവെള്ളത്തിൽ ഉണ്ടാകാൻ പാടുള്ള PFOAയുടെ പരമാവധി അളവ് 4.0 പാർട്സ് പെർ ട്രില്യൺ ആയി നിജപ്പെടുത്തി. ഇത് 0-ഓട് ഏറ്റവും അടുത്ത സുരക്ഷിതമായ അളവാണ്. 3M പോലുള്ള വലിയ കമ്പനികൾ ഈ കെമിക്കലുകളുടെ നിർമ്മാണം ആഗോളതലത്തിൽ പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നു. കർഷകനായ വിൽബറിന്റെയും വക്കീൽ റോബ് ബിലോട്ടിന്റെയും ദശാബ്ദങ്ങൾ നീണ്ട പോരാട്ടമാണ് ഇന്ന് ലോകമെമ്പാടും സുരക്ഷിതമായ നിയമങ്ങൾക്ക് വഴിയൊരുക്കിയത്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ നമുക്ക് ചെറിയ മാറ്റങ്ങളിലൂടെ അടുക്കളയിൽ നിന്നും തുടക്കം കുറിക്കാം. അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.